നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അനാവശ്യങ്ങളെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ മലയാളികൾ. അതിനിടയിൽ പിന്തള്ളപ്പെട്ടു പോവുകയോ സ്വയം പിന്നിലേക്ക് മാറുകയോ ചെയ്യപ്പെട്ട ചില മുഖങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്നാണ്, വ്യക്തികളിലൊന്നാണ് ശ്രീ മുരളീധര പണിക്കർ. കൊല്ലം സ്വദേശിയാണ് ശ്രീ മുരളീധര പണിക്കർ. 1978 ഇദ്ദേഹം ദുബായിലെത്തുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസം കഴിഞ്ഞവരെ മറുനാട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കാലമായിരുന്നു അത്. വിദ്യാഭ്യാസത്തിനു ശേഷം മുരളീധര പണിക്കർ ഇന്ത്യയിൽ പലയിടത്തും ജോലി തേടി നടന്നു. പലയിടത്തും ജോലിയും നോക്കി. എന്നാൽ ട്രേഡ് യൂണിയന്റെ അതിപ്രസരവും അവരുടെ തൊഴിലിനോടുള്ള മനോഭാവവും മുരളീധര പണിക്കരെ നിരാശനാക്കി. തുടർന്നാണ് ഇദ്ദേഹം ദുബായിലെത്തുന്നത്. എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് ഞാൻ നോക്കാറില്ലായിരുന്നു. രാവും പകലും എൻ്റെ സേവനം ആവശ്യപ്പെട്ട് എന്നെ ഹയർ ചെയ്ത് എന്നെ വിലക്കെടുത്തവർക്ക് അളവില്ലാതെ എൻ്റെ സേവനം കൊടുക്കുമായിരുന്നു. എൻ്റെ ബുദ്ധിയും ശക്തിയും സമയവും എല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. അവസാനമാണ് എനിക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിത് കർമ്മങ്ങൾ ചെയ്തിട്ടും കിട്ടുന്ന ഫലം കൊണ്ട്, പ്രതിഫലം കൊണ്ട് എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് ശരിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആലോചന വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച്, ജീവിതത്തിൽ എന്തിനാണെങ്കിലും നമ്മൾ വളരെയധികം റിസ്ക്, അതായത് അതിൻ്റേതായിട്ടുള്ള റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്തിനും മുന്നേറാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ ഇപ്പം ജീവൻ ഒന്നിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, ആ സിറ്റുവേഷൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പല പ്രാവശ്യവും പല ഒരു ആയിരം തവണകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ പറയണേ, നമുക്ക് മനസ്സിലുള്ള ഒരു രീതിയിൽ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രീതിയിൽ നേരായ മാർഗത്തിൽ കർമ്മം ചെയ്ത് കർമ്മഫലം മേടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗമുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ സമയവും എൻ്റെ ബുദ്ധിയും ശക്തിയും എൻ്റെ സമയം മൊത്തവും ഞാൻ എനിക്ക് വേണ്ടി ഇടുക. ആ കർമ്മങ്ങളിൽ അത് ചെയ്യാൻ എന്നെക്കൊണ്ടത് പൂരീകരിക്കാൻ വരാതെ വരുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ സേവനം വിലയ്ക്ക് മേടിക്കുക. അങ്ങനെയാണ് ഈ കമ്പനിക്ക് തുടക്കം കുറിച്ചത്. ഒരാളിനെയും കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ 24 മണിക്കൂറും ഫുൾ ടൈമും മുഴുവൻ സമയവും ഞാൻ ഈ കമ്പനിയിൽ എൻ്റെ സേവനം ഞാൻ സ്വയം പണിയെടുത്തു. ഈ സേവനം അതിൽ കർമ്മം ചെയ്തിട്ട് പോരാത്തതിന് ഞാൻ മറ്റുള്ളവരുടെ സമയം വിലയ്ക്ക് മേടിച്ചു. അതാണ് ഇന്ന് കാണുന്ന ഈ സാമ്രാജ്യം. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഒരു ബിസിനസ് പ്രമുഖനാണ് ഇദ്ദേഹം. എക്സ്പെർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് എന്നാണ് കമ്പനിയുടെ പേര്. ഷിപ്പുകളുടെ മെയിൻ്റനൻസും സർവീസും ഇവിടെ നടക്കുന്നു. ഒരേ സമയം 10ലധികം കപ്പലുകളുടെ റിപ്പയറിങ്ങും സർവീസും നടത്താൻ കമ്പനിയിൽ സൗകര്യങ്ങളുമുണ്ട്. ലോകത്തെല്ലായിടവും ഉണ്ടാക്കുന്ന കപ്പലുകളാണ് ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നത്. അതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ ഞാൻ തന്നെ ട്രെയിൻ ചെയ്തവരാണ്. അവർക്ക് അതേ രീതിയിലുള്ള പരിശീലനം കൊടുത്തിട്ട് അതേസമയം അവരുടെ ജീവിതവും അവരെനിക്ക് തരുന്ന കർമ്മത്തിന് ശരിയായ ഫലം കൊടുത്തും അവരെല്ലാവരും കുടുംബസഹിതം, വളരെയധികം ആൾക്കാർ ഈ കമ്പനിയിൽ കുടുംബസഹിതം സുഖമായി ജീവിക്കുന്നു. അവരുടെ മക്കളും അവരുടെ എല്ലാം സംരക്ഷണവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഏതൊരു ഷിപ്പിൻ്റെ ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ ഒരിടത്ത് വന്നാൽ ഇതെല്ലാം പരിഹരിച്ചു പോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം മറ്റ് കസ്റ്റമറിലുള്ള ഒരേ ഒരു സ്ഥാപനം ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കമ്പനി പ്രവർത്തനങ്ങൾക്കിടയ്ക്കും വിദ്യാഭ്യാസ രംഗത്തും ഇദ്ദേഹം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ ശ്രീനാരായണ ഗുരു മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ഒരു കലാകാരൻ കൂടിയാണ് ശ്രീ മുരളീധര പണിക്കർ. സംഗീതപ്രേമിയും തബലവാദകനുമാണ് ഇദ്ദേഹം. പ്രശസ്ത നാടകസംഘമായ കൊല്ലം അസീസിയിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട്. ദുബായിലെത്തിയിട്ടും ബിസിനസിൻ്റെ തിരക്കുകൾക്കിടയിലും സംഗീതത്തെ മറക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇന്നും എല്ലാ ശനിയാഴ്ചകളിലും തൻ്റെ വീട്ടിൽ സംഗീത കൂട്ടായ്മ നടക്കുന്നു.
പാട്ടുകാരും വാദകരും ആസ്വാദകരുമെല്ലാം ചേർന്ന് ഇവിടെ ഒരു നാദപ്രപഞ്ചമൊരുക്കുന്നു. കാരിരുമ്പിന്റെ കരുത്താണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്. ഏതൊരു പ്രസ്ഥാനവും നയിക്കുന്ന ആൾക്കൊരു നിശ്ചയബോധമുണ്ട്, ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലെത്താൻ എടുക്കുന്ന മാർഗത്തിലൊരു ആ ഒരു മാർഗത്തിൻ്റെ ദിശ നോക്കണം. നേരായ മാർഗത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വളരെയധികം കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതുവരെ തിരഞ്ഞെടുത്ത് നേരായ മാർഗത്തിൽ കഠിനമായ പല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ മാർഗം പോകുന്നത്. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ താല്പര്യമില്ല. എല്ലാവരെയും അതേ മാർഗത്തിലേക്ക്, എൻ്റെ കൂടെ വരുന്നവരെയും അവിടെ പരിശീലനം കിട്ടുന്നവർക്കും എല്ലാം ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഈ ധർമ്മങ്ങളാണ്. നിങ്ങൾ ജോലിയെടുക്കണം. നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അർഹിക്കുന്നത് ഞാൻ തന്നിരിക്കും. ദുർമോഹിയാണെങ്കിൽ നിങ്ങൾ പോയിരിക്കും ഇവിടുന്ന്. അതായിരുന്നു എൻ്റെ മാർഗം. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിരാശനും ദുഃഖിതനുമാണ് ശ്രീ പണിക്കർ. ദൈവത്തിൻ്റെ നാടെന്ന് ആക്രോശിക്കുന്നവർക്ക് ദൈവം എന്തെന്നും പ്രകൃതി എന്തെന്നും അറിയാതെ ആക്രോശിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഒരു മലയാളി എന്ന കേരളത്തിൽ ജനിച്ചതിൽ ഇപ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നത്. ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ ആരുമില്ല. വിദേശ മലയാളികൾ അത് കാത്തു സൂക്ഷിക്കുമ്പോൾ അവർ കേരളത്തിൽ ഉള്ളവരതിനെ പരിഹസിക്കുന്നു. അടുത്ത് നിൽക്കുമ്പോൾ ആ രോഷം നമ്മളും അറിയുന്നു. വാക്കുകൾ പോലും മുറിഞ്ഞു പോകുന്നു. പരുക്കനാണെന്ന് പുറമേ തോന്നുമെങ്കിലും അലിവാർന്ന ഒരു മനസ്സിനുടമയാണ് ഇദ്ദേഹം. ഇനിയുള്ള എൻ്റെ കാലം എന്ന് പറയുന്നത് എന്നെ ആശ്രയിക്കുന്നവരെ എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഇന്ന് അവരെ പരിപാലിച്ചു പോകുന്നത് പോലെ പരിപാലിച്ചു പോകാനുള്ള ഒരു ശക്തി ഉണ്ടാവണമെന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും ഞാൻ പ്രകൃതിയോട് ചോദിക്കാറുണ്ട്. വളരെയധികം ആൾക്കാർ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നെ ആശ്രയിക്കുന്നുണ്ട്. കുറേയധികം ആൾക്കാർ അവർ നിരാലംബരുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിൽ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. സമൂഹത്തിൽ എന്നെ ആശ്രയിക്കുന്നവരുണ്ട്. എൻ്റെ സമൂഹത്തിലെയും സേവന വ്യവസ്ഥയിലും പല മേഖലകളിലും ആവശ്യമായിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാം ഇപ്പോഴും കൊടുക്കുന്നത് പോലെ അവസാനം വരെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത് കൊടുക്കാനുള്ള ശക്തി എനിക്കുണ്ടാവണമെന്നുള്ള ഒരൊറ്റയൊരു വിചാരം മാത്രമേ മനസ്സിലുള്ളൂ. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ സുഖം മറ്റുള്ളവരുടെ ദുഃഖമാകരുതെന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. ഞാൻ വരുമ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം വരുന്ന സമയത്ത് ഞാനൊരു കൂലിക്കാരനായിരുന്നു, സേവനം വിൽക്കുന്നവനായിരുന്നു. അത് കഴിഞ്ഞു സേവനം വിറ്റ് അന്നത്തെ എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത് ഞാൻ നേടിക്കഴിഞ്ഞു. എനിക്ക് അതിനുശേഷം അതിൽ കിട്ടുന്നതെല്ലാം ഭാഗ്യമായിട്ട് കണക്കൂട്ടുകയാണ് ഞാൻ. അതിലും കവിഞ്ഞ് എനിക്ക് വരുന്നത് നേരായ മാർഗത്തിലൂടെയാണെന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് ഞാൻ പിന്നെ വെളിയിലേക്ക് നോക്കാൻ തുടങ്ങി. വെളിയിൽ എന്തെല്ലാം ഉണ്ട്, ഞാൻ വെളിയിലുള്ളവർക്ക് എന്ത് ചെയ്യണം, ഇതെനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് മാത്രം അനുഭവിക്കാനല്ലല്ലോ എന്ന് ആ ഒരു വിചാരമാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന ഇപ്പോഴും ചെയ്യുന്നതും ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തികളും സേവനവും. കർമ്മം ചെയ്യുക, സമയവും ബുദ്ധിയും ശക്തിയും സ്വന്തം ഉന്നമനത്തിന് ആദ്യം പ്രയോഗിക്കുക. എങ്കിലേ ഉയർച്ചയുണ്ടാകൂ എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ ശുദ്ധിയോടുകൂടിയിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും. ആ ആത്മവിശ്വാസം മനസ്സിലാക്കാത്തവൻ മണ്ടനാണ്. മണ്ടനെന്ന് പറഞ്ഞാൽ അവൻ്റേതായിട്ടുള്ള ചില ന്യൂനതകളിലും മാനസികമായിട്ടുള്ള ദുർബലമായ വികാരത്തിന് അടിമപ്പെടുന്നതിൻ്റെ പേരിൽ അവന് ഈ കർമ്മശുദ്ധി മനസ്സിലാവത്തില്ല. കൊല്ലത്ത് നാണുമുതലാളിയുടെയും കൗസല്യയുടെയും 7 മക്കളിൽ 4ാമനായാണ് മുരളീധരപ്പണിക്കരുടെ ജനനം. ചെറുകിട കച്ചവടക്കാരനായിരുന്ന അച്ഛൻ ഇന്നില്ല. അമ്മ ജീവിച്ചിരിക്കുന്നു. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. അവർ 2 പേരുടെ കല്യാണം കഴിഞ്ഞു, ഒരാൾ കല്യാണം കഴിക്കാനുണ്ട്. ഒരാൾ എൻജിനീയറാണ്, മറ്റൊരാൾ PhD കഴിഞ്ഞിട്ട് നിൽക്കുന്നു, ഒരാൾ കൊല്ലം SM കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. 81 എൻ്റെ കല്യാണം, 83 എൻ്റെ ഭാര്യ ഇവിടെ വന്നു, 3 കുട്ടികളും ഇവിടെ ജനിച്ചു, വളർന്നു, പഠിച്ചു. അമൃതാനന്ദമയിയെയും മറ്റു വിശ്വഗുരുക്കന്മാരെയും ആദരിക്കുകയും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു 10 പേരുള്ള ഒരു ജോലി, ഒരു 10 പേര് ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളതിൻ്റെ നയിക്കുന്ന ആളാണെങ്കിൽ എന്തുണ്ടാവും?
ഈ 10 പേരെ നിങ്ങൾക്ക് നയിക്കാൻ പറ്റും. ആ 10 പേര് 100 ആകുമ്പോഴെന്തുണ്ടാവും? ഈ 100 പേരെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നയിക്കാൻ പറ്റില്ല. ഈ 100 പേരുടെ മറ്റ് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന് നോക്കണമെങ്കിൽ നിങ്ങൾ ഒരു പടി മുകളിലിരുന്നു കൊണ്ട് 10 പേരെ നിങ്ങൾ അതിൻ്റെ ഫോർമാന്മാരായിട്ട് വെക്കും. ഈ ഫോർമാനായിട്ട് വെക്കുന്നവർക്ക് ഈ ജോലി എടുക്കുന്നവരെക്കാട്ടിൽ കുറേ കൂടെ പ്രാവീണ്യമുള്ളവരെ വെക്കുള്ളൂ. കാരണം അപ്പോഴും ഈ നയിക്കുന്ന ആൾക്ക് ഈ 10 പേരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്താൽ മതി. ഈ 100 പേരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കത്തില്ല. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 100 എന്നുള്ള 1000 ആകുമ്പോൾ ഈ 10 എന്നുള്ളത് 100 ഫോർമാന്മാരാവും, 10 സൂപ്പർവൈസർ വെക്കേണ്ടി വരും. അപ്പോഴും ഈ നയിക്കുന്ന ആൾ ഈ 10 സൂപ്പർവൈസറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുള്ളൂ. 1000 പേരുണ്ട്, 1000 പേരുമായിട്ട് ഈ നയിക്കുന്ന ആൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സൂപ്പർവൈസറായിട്ട് വെക്കുന്ന ആൾക്ക് ഈ 10 ഫോർമാന്മാരെ അവരുടെ മനസ്സിൽ അവരുടെ അതായത് ഈ സൂപ്പർവൈസർക്ക് ഈ ഫോർമാന്മാരും അതിനപ്പുറവും ചെയ്യുന്നവർ ഈ ദൂരത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളവനെ ഈ സൂപ്പർവൈസറായിട്ട് വെക്കുള്ളൂ. അതേപോലെയാണ് ഓരോരോ സമയങ്ങൾ ഗുരുനാഥന്മാർ ജനിക്കുന്നത്. സമൂഹം മനുഷ്യജീവികൾ ഇത്രയും പരന്നു കിടന്നു, ഇത്രയും വളരെ സംസ്കാരത്തിലും വളരെ രീതിയിലും മനുഷ്യജീവി എന്ന് പറയണത് എന്താ? മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ 5 സെൻസ് ഓർഗൻസും 5 ആക്ഷൻ ഓർഗനും കൊണ്ടുണ്ടാക്കിയ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിന് നയിക്കാൻ മനസ്സെന്ന് പറയുന്ന ജീവാത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ഈ മനസ്സാണ് ഒരു ശരീരത്തിൻ്റെ ജനറൽ മാനേജർ. അങ്ങനെയുള്ള അനേകായിരം ജനങ്ങളെ ഇവരുടെ ഈ ചലനങ്ങൾ ദൂരെ നിന്നുകൊണ്ട് വീക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഗുരുനാഥന്മാരെന്ന് പറയുന്നത്. ഈ ശ്രീനാരായണ ഗുരു, മാതാമൃതാനന്ദമായി, ശ്രീ രവിശങ്കർ, അങ്ങനെ പലരും ഈ വന്നിട്ടുള്ള ഇവരെല്ലാം കാലാകാലങ്ങളിൽ ഇവരെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനിത്യങ്ങളാണ്. ഓരോരോ സമയങ്ങളിൽ അവർ ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന അവരെ കീഴിലുള്ള ഇത്രയും ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് നയിക്കാനാണ്. മുഹമ്മദ്, അതൊന്നും ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെന്നുള്ളൂ, ജീസസ് ക്രൈസ്റ്റ്, ഇവരെല്ലാവരും ഇങ്ങനെ ഓരോരോ സമയങ്ങളിൽ പ്രകൃതി ശക്തിയിൽ മനുഷ്യരെ നേരായ മാർഗത്തിൽ നയിക്കാനായിട്ട് ഉപദേശം കൊടുക്കാൻ വരുന്നത്. അല്ല, അവരോടൊപ്പമുള്ള സമൂഹത്തിൽ ഇത്രയും ഒരു സമൂഹത്തിന് അവരുടെ അവർ ചെയ്യുന്ന വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ പറ്റിയ ഫ്രീക്വൻസി കുറച്ചുകൂട്ടുള്ളവരാണ് അവരെയൊക്കെ ദൈവങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ചിന്തകളാണ്. അവരേത് മാർഗത്തിൽ പറയുന്നു ആ മാർഗത്തിലൂടെ ഇവർ സഞ്ചരിക്കണം. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും നന്മകൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റേത്. എനിക്ക് കുറേ കിട്ടുമ്പോൾ അർഹിക്കാവുന്നതും അർഹിക്കാത്തതാണോ ഇല്ലയെന്നറിയാതെ ധനം കയ്യിൽ വരുമ്പോൾ ഞാനാണെന്ന് മറ്റുള്ളവർ അറിയണം, ഞാൻ എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കണം, എനിക്കിന്നതുണ്ട് എന്ന് ഉള്ള ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള ചിന്തയിൽ അഹംഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ഫലം കണ്ടിട്ടില്ല. ആ കർമ്മത്തിൽ അവരും കൂടെ ദഹിച്ചു പോയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള അനേകം മലയാളികളും ഇന്ത്യക്കാരും പരദേശികളും ഈ രാജ്യത്തുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ജീവിതത്തെ ഇത്രത്തോളം ആത്മീയമായും വിമർശനപരമായും അപഗ്രഥിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. നാട് വിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൾഫിലല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അയാൾക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ എന്താവണം, അല്ലെങ്കിൽ എനിക്കെന്ത് നേടണം. ആ നേടണം എന്നുള്ള ഒരു വിചാരത്തിന് ഒരു അടിവരയിടണം. അയാൾ പോയി നേരായ മാർഗത്തിൽ കർമ്മം ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു മാർഗത്തിലും കർമ്മം ചെയ്ത് ധനം സംഹരിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ സ്വപ്നം മറക്കരുത്. ഞാൻ വന്നത് ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ്. ആ സ്വപ്നത്തിൻ്റെ ആ സാക്ഷാത്കാരം നടന്നാൽ പിന്നെ കിട്ടുന്നതെല്ലാം ഒരു ബോണസായിട്ട് കരുതാനുള്ള മനസ്സിനെ ആ രീതിയിൽ പ്രാപ്തനാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് പ്രാപ്തനായ മനസ്സ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്വാർത്ഥത വെടിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വെളിയിലേക്ക് നോക്കും. വെളിയിലേക്ക് നോക്കുമ്പം ഞാനെവിടെ, മറ്റുള്ളവരെവിടെ, അവരിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടി, ഇനി എനിക്ക് കിട്ടുന്നതെല്ലാം അതൊരു ഭാഗ്യമാണെന്നും അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുത്താൽ എനിക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മനസ്സിനെ തൃപ്തിപ്പെടുത്തി മനസ്സിൻ്റെ ആ പ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെയാവും. കർമ്മത്തിൽ ശുദ്ധിയും ലക്ഷ്യത്തിന് മാർഗവും നന്നായിരിക്കണം എന്ന് ഈ കർമ്മശ്രേഷ്ഠൻ ഉപദേശിക്കുന്നു. ഇത് വെറും ഉപദേശമല്ല, സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്തി അതിൽ അങ്ങേയറ്റം വിജയിച്ച ഒരു ശ്രേഷ്ഠ മനുഷ്യൻ്റെ ഉത്തമ നിർദ്ദേശമാണ്.
ഓർമ്മപ്പെടുത്തലുകളും തിരിച്ചറിവുകളുമായി മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച. ശുഭരാത്രി.